ഹലോ. കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് കേട്ടോ ഒരു ഫ്രീ ഡേ കിട്ടിയത്. അപ്പം പുറത്തേക്കൊക്കെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ കോസ്കോയിലോട്ടാണ് എത്തിയത്. ഈ ഇരുട്ട് കണ്ടിട്ട് പാതിരാത്രി ആയെന്ന് വിചാരിക്കേണ്ട, വൈകുന്നേരം 6 മണിയൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ കാർഡൊക്കെ ടാപ്പ് ചെയ്ത് ഉള്ളിലേക്ക് കയറി. അപ്പോൾ ഇതാണ് കോസ്കോയുടെ ഉൾഭാഗം. ഇങ്ങനെ വിശാലമായിട്ട് കിടക്കുന്ന ഒരു ഏരിയയാണ്. ഇവിടെ കൂടുതലും സാധനം വാങ്ങാൻ വരുന്നത് ഇങ്ങനെ ബൾക്കായിട്ട്, അങ്ങനെ ഒരു ബൾക്ക് അല്ലെങ്കിൽ ലാർജ് ക്വാണ്ടിറ്റിയിൽ സാധനം മേടിക്കുന്ന ആൾക്കാരായിരിക്കും കൂടുതലും വരുന്നത്. പിന്നെ എന്താ എന്താ പറയുക, എല്ലാ ആൾക്കാർക്കും ഇവിടെ വന്ന് സാധനം വാങ്ങിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് എൻ്റെ ഉത്തരം. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഇത്രയും ഭീമാകാരനായ ഒരു വോഡ്ക കുപ്പി കാണുന്നത്. വോഡ്ക എന്നല്ല, എന്തിൻ്റെ ആണെങ്കിലും കുപ്പി ഞാൻ ഇത്രയും വലിപ്പമുള്ളത് കണ്ടിട്ടില്ല. തറയിറങ്ങാനും വേണ്ടിയിരുന്നെങ്കിൽ നല്ല പൈസയാവുന്ന സാധനമായിരുന്നു. എനിവേ അതവിടെ വെച്ചിട്ട് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അതിൻ്റെ ചെറിയ ബോട്ടിലായിട്ടാണ് ഇരിക്കുന്നത്. അപ്പം ഇതൊക്കെ നമ്മൾ കാഴ്ചയെ കണ്ട് നടക്കുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു വന്നത്, ഇവിടെ വന്ന് എല്ലാവർക്കും സാധനം വാങ്ങിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. പിന്നെ അങ്ങനെ വന്ന് വാങ്ങിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ അതും ഇല്ല എന്നാണ് പറയാൻ എനിക്ക് തോന്നുന്നത്. കാര്യം നമ്മളിപ്പോൾ 2-3 ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് സാധനം മേടിക്കുമ്പോൾ നമുക്ക് കുറേ സാധനം മേടിച്ചിട്ട് വേണമെങ്കിൽ അത് ഷെയർ ചെയ്തെടുക്കാം. കാരണം ചില സാധനങ്ങൾ നമുക്ക് കാണുമ്പോൾ നമുക്കത് വേണം, പക്ഷേ ഇത്രയും ക്വാണ്ടിറ്റി നമുക്ക് ആവശ്യമില്ല. ഞാൻ ഉദ്ദേശിച്ചത് 2 പേരൊക്കെ അടങ്ങുന്ന ഫാമിലി ആണെങ്കിൽ ഉള്ള കാര്യമാണ് കേട്ടോ. കുറേ പേരൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ലായിരിക്കും. പിന്നെ ഇവിടുത്തെ സാധനങ്ങൾക്ക് അങ്ങനെ എല്ലാത്തിനും ഭയങ്കര വിലക്കുറവൊന്നും ആണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ നമ്മളിപ്പം തൊട്ടടുത്തുള്ള കടയിൽ, ഇപ്പം അസ്ത, ലിഡിൽ അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ കിട്ടുന്ന സാധനത്തിനെക്കാട്ടിയും ക്വാണ്ടിറ്റി നമുക്ക് കിട്ടും. അതുപോലെ ചിലപ്പോൾ ആ സാധനം മേടിക്കുന്ന സെയിം റേറ്റിനായിരിക്കും ഇത്രയും കുറച്ചുകൂടെ അധികം ക്വാണ്ടിറ്റിയിലുള്ള സാധനം നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ലാഭമാണ്. അപ്പോൾ നമ്മൾ കൂടുതലും വന്നിട്ട് ഇങ്ങനെ ഒത്തിരി സാധനമൊക്കെ മേടിച്ച് ചിലപ്പോൾ ഷെയർ ചെയ്തെടുക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, ഈ കോക്കനട്ട് ഓയിലൊക്കെ ഇല്ല, അതൊക്കെ വന്നിട്ട് വെർജിൻ കോക്കനട്ട് ഓയിലൊക്കെ ഇവിടുന്ന് വാങ്ങിക്കുന്നത് ഭയങ്കര ലാഭമാണ്. പിന്നെ നാട്ടിലോട്ടൊക്കെ പോകുമ്പോൾ സാധനങ്ങളൊക്കെ മേടിക്കാൻ കണ്ടില്ലേ, ചോക്ലേറ്റൊക്കെ ഒത്തിരി ഉണ്ട്, അതൊക്കെ മേടിച്ചിട്ട് പോകാൻ ലാഭമാണ്. പക്ഷേ എപ്പോഴും ഉണ്ടാവില്ല. ഇതിപ്പോൾ സീസൺ ആയതുകൊണ്ടാണ്. പക്ഷേ ഇതിപ്പോൾ മേടിച്ച് വെക്കാനും പറ്റില്ല, കാരണം ഇതൊക്കെ ഷോർട്ട് എക്സ്പയറി ആയിട്ടുള്ള സാധനങ്ങളാണ്. അങ്ങനെയാണ് ഇവിടുത്തെ കുറേ സാധനങ്ങളുടെ കാര്യങ്ങളൊക്കെ. ഇത് ഈറ്റബിൾസ് മാത്രമല്ല കേട്ടോ, ഇലക്ട്രോണിക് ഐറ്റംസ് ആയിക്കോട്ടെ, നമ്മുടെ ഡ്രസ്സ് ആയിക്കോട്ടെ, ഇങ്ങനെ ടീഷർട്ടും കാര്യങ്ങളും എല്ലാം അവൈലബിൾ ആണ്. പിന്നെ പക്ഷേ ഇവിടെ എല്ലാവർക്കും ഇതിനകത്തോട്ട് എൻട്രി ഉണ്ടെന്ന് വെച്ചാൽ അതില്ല. മെമ്പർഷിപ്പ് കാർഡ് ഉള്ളവർക്ക് മാത്രമാണ് എൻട്രി. അപ്പോൾ നമ്മൾ മെമ്പർഷിപ്പ് കാർഡിൽ മെമ്പർഷിപ്പ് കാർഡിൽ 3 പേർക്ക് എൻട്രി ആവാൻ പറ്റും. അതും മെമ്പർഷിപ്പ് എല്ലാവർക്കും എടുക്കാൻ പറ്റില്ല. ഇപ്പോൾ NHSC വർക്ക് ചെയ്യുന്നവർക്ക്, അല്ലെങ്കിൽ നമ്മൾ ഈ ഗവൺമെൻറ് എംപ്ലോയീസ്, പിന്നെ ബിസിനസ്, ഇങ്ങനെ ഹോൾസെയിൽ റീറ്റെയിലൊക്കെ ആയിട്ട് ബിസിനസ് നടത്തുന്നവർക്കൊക്കെ മാത്രമേ ഇവിടെ ഇതിൻ്റെ കാർഡാണെങ്കിലും കൊടുക്കുള്ളൂ. എല്ലാവർക്കും ആ ഒരു ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്നവർക്ക് മാത്രമേ മെമ്പർഷിപ്പ് കാർഡ് എടുക്കുള്ളൂ കേട്ടോ. പിന്നെ ഇവിടുത്തെ പെട്രോളിന് റേറ്റ് കുറവാണ്. അപ്പോൾ നമ്മളെന്നും പെട്രോളും അടിച്ചിട്ട് വീട്ടിൽ